മാർച്ച് 19 വൻ സംഭവം വരാൻ പോവുകയാണ്. അതാണ് ദുരന്തർ 2. ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ നൽകേണ്ട കാര്യമൊന്നുമില്ല. ദുരന്തർ 2 ഏത് സിനിമയാണ്, എങ്ങനത്തെ സിനിമയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അമ്മാതിരി ഒരു തീപ്പൊരു സംഭവമാണ് വരാൻ പോകുന്നതെന്നുള്ളതാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ട്രെയിലർ കണ്ട് സത്യം പറഞ്ഞാൽ 2-3 തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടപ്പോഴാണ് ആ ഒരു ഈ പടത്തിൻ്റെ ഒരു എനർജി എനിക്ക് മനസ്സിലായത്. അതായത് പലതരത്തിലുള്ള വിഷ്വൽസ്, പല സംഭവങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞു പോവുക എന്നൊക്കെ പറയുന്ന പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ടിങ്ങനെ പോയതുകൊണ്ട് 2-3 തവണ കണ്ടപ്പോഴാണ് ഇതൊരു വലിയ സംഭവമാണല്ലോ, ഇതെന്തായിരിക്കും സിനിമ എന്നൊരു തോന്നലുണ്ടായി. ഈ ദുരന്തർ 2-ൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ കടങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് ദുരന്തർ 1-ൽ. പല ഇൻസിഡൻസും ഈ പറയുന്ന രൺവീർ സിംഗിൻ്റെ ക്യാരക്ടർ അനുഭവിച്ച, മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ പകരമായി കൊടുക്കാൻ പോകുന്ന റിവഞ്ച് തന്നെയായിരിക്കും ദുരന്തർ 2-ലുള്ളതെന്നുള്ളതിന് ഒരു സംശയമില്ല. അത് വെടിപ്പായിട്ട് എടുത്തു വച്ചിട്ടുമുണ്ടെന്നാണ് ട്രെയിലർ കാണുമ്പം തോന്നുന്നത്. പടം കാണുന്ന ഏതൊരു പ്രേക്ഷകനും ഇവനിട്ടൊന്ന് പൊട്ടിച്ചുകൂടെ, അല്ലെങ്കിൽ എന്താ ഇവർക്കുള്ള പണി അപ്പം തന്നെ കൊടുക്കാത്തതെന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്ന തരത്തിൽ ഉള്ള കുറേ സീനുകൾ ദുരന്തർ 1-ലുണ്ട്. അതൊക്കെ ബാക്കി നിർത്തിയിരിക്കുകയാണ്. അതിനെല്ലാമുള്ളൊരു മറുപടി, അല്ലെങ്കിൽ അന്ന് നമ്മൾ കണ്ട പ്രേക്ഷകർക്ക് എന്താ ഇവൻ ഇപ്പം പണി കൊടുക്കാതെ എന്നുള്ള തോന്നൽ നമ്മളിലുണ്ടാക്കിയ പല ഇൻസിഡൻസിനും ഉള്ള പണി ദുരന്തർ 2-ൽ ഇതാ കൊടുക്കാൻ പോവുകയാണ്. മാർച്ച് 19 അത് കൊടുക്കുന്നത് കണ്ട് നമ്മൾ വണ്ടർ അടിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്രെയിലർ പ്രോമിസിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നന്നാവുമെന്നാണ് വിശ്വാസം. സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറായിരുന്നാലും മേജർ ഇക്ബാലിൻ്റെ ക്യാരക്ടറായിരുന്നാലും ഇത്തവണ കുറച്ചും കൂടെ അവരുടെ പരിപാടികൾ ഇതിൽ വിസിബിൾ ആവാനുള്ള സാഹചര്യമുണ്ട്. ഈ ദുരന്തർ 2-ൽ അവരുടെ കുറേ കൂടെ അവരുടെ പോർഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നായിക കഥാപാത്രം ഒരു തോക്ക് ചൂണ്ടുന്നതൊക്കെ നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. അപ്പോൾ നായികയുടെ കഥാപാത്രത്തിന് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമോ? അവർ ആ ഒരു കഥാപാത്രം റിവഞ്ച് തീർക്കാൻ ഇറങ്ങി പുറപ്പെടുമോ? മീൻസ് തന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലോ, സോ അതിൻ്റെ ഒരു റിവഞ്ചാണോ അതോ വേറെ എന്തെങ്കിലും പോർഷനിലാണോ അവർ ഗണ്ണെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഡൗട്ടും ട്രെയിലർ കണ്ടപ്പോൾ കിട്ടി. സോ അവരുടെ ക്യാരക്ടറിന് ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ ആ ഒരു ലയാറി സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാകും ദുരന്തർ 2-ൽ. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കുറേ എക്സ്പ്ലനേഷൻസും ചിലപ്പം ദുരന്തർ 2-ൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ. ദുരന്തറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ബോളിവുഡിൽ നിന്ന് കുറേ നാളുകളുണ്ട് ഒരു നല്ല സിനിമയില്ല. ഒരുപാട് ഫ്ലോപ്പ് പടങ്ങൾ നിരനിരയായിട്ട് വരുന്നു. സൗത്ത് ഇന്ത്യൻ മൂവീസിൽ നിന്ന് ഒരുപാട് റീമേക്ക് പടങ്ങൾ അവർ ചെയ്യുന്നു, എന്നാൽ അതെല്ലാം പൊട്ടി തകർന്നു പോകുന്നു. പക്ഷേ 2-3 സിനിമകൾ ഇതിൽ കളക്ട് ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അത് വലിയ സിനിമ, നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ് ഈ കളക്ട് ചെയ്തതെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ ദുരന്തറിൻ്റെ കേസിൽ അങ്ങനെയല്ല, ക്വാളിറ്റി സാധനമാണ്, അവർ കളക്ട് ചെയ്യുകയും ചെയ്തു, വേണ്ട വിജയം കിട്ടുകയും ചെയ്തു. അപ്പോൾ ദുരന്തർ 2-ലും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ അങ്ങനൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ദുരന്തറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ വെയിറ്റിംഗ് ആണ് എന്ന് തന്നെ പറയാം. പിന്നെ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇതിൽ BGM ആയിരുന്നാലും മ്യൂസിക് ആയിരുന്നാലും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് സിനിമയെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ. വിഷ്വലി നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കഥ പറച്ചിലിനപ്പുറം മ്യൂസിക്കിലൂടെ ഈ കഥയെ ഇങ്ങനെ സിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്ക് എൻജോയബിളായിട്ട് അത് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നല്ല മ്യൂസിക്കാണ് കേട്ടോ. അതുപോലെ തന്നെ പല ഷോട്ടുകളും പ്രേക്ഷകരിലേക്കൊരു ആകാംക്ഷ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കാണാൻ പറ്റുന്നത്. മിക്ക ഷോട്ടുകളും ആ സിനിമയിലുള്ള ആ ഒരു ഫയർ നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഷോട്ടുകൾ തന്നെയാണ്. പല ഷോട്ടുകളായിരുന്നാലും ക്യാമറ ആംഗിൾസ് ആയിരുന്നാലും അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും ആ ഒരു ഫ്രെയിമിനകത്ത് കൊള്ളിച്ചിരിക്കുന്ന രീതി, അവരങ്ങനെ ഫില്ല് ചെയ്ത് നിർത്തുന്ന ആ ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഫ്രെയിമുകളും ഷോട്ടുകളും ആ ഷോട്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മ്യൂസിക്കും ഒക്കെ അത്ര പവർഫുള്ളാണ്. അതിന് വലിയൊരു റോൾ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിക്കിനെ കുറിച്ചും കൊടുത്തിരിക്കുന്ന വിഷ്വൽസ് ആയിരുന്നാലും അത് ഷോട്ടുകളായിരുന്നാലും അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അത്ര ബെസ്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റു വീഡിയോകളുമായി കാണാം. ഫിലിം റിലേറ്റഡ് കണ്ടൻറ്റാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. മാക്സിമം എൻ്റെ തോട്ട്സാണ് ഞാനിതിലൂടെ പറയുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തായിരുന്നാലും ദുരന്തർ 2 എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നല്ല സിനിമയാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായിരുന്നാലും നമുക്ക് കണ്ടതിന് ശേഷം അത് പറയാം, അതാണ് ശരിയെന്ന് തോന്നുന്നു. അപ്പോൾ വെയിറ്റിംഗ് ആണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.